10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ജോയിൻ ആവാട്ടോ. അമ്മ വീണിട്ടേ അമ്മേനെ ബാത്റൂമിൽ എത്തിക്കാണ് കേട്ടോ. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു, എന്നാലും ഒരു ന്യൂ ഇയർ വിഷസ് സാർ. യെസ്, ഓക്കെ. ന്യൂ ഇയറിന് ശേഷം നമ്മള് പിന്നെ കാണുന്നത് ഇന്നാണല്ലോ. ഒരു മിനിറ്റ്. യെസ്, അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ന്യൂ ഇയർ വിഷസ് പറയാം. നോ പ്രോബ്ലം. യെസ്, ജിസ്ന. യെസ് സാർ. വെക്കേഷൻ എവിടെയെങ്കിലും പോയോ? ഇല്ല, വെക്കേഷന് എവിടെയും പോയില്ല. ഒരു സിനിമയ്ക്ക് പോയി. പിന്നെ അത് ക്രിസ്മസിന്റെ കേട്ടോ. ക്രിസ്മസിന്റെ പിറ്റേ ദിവസം, അതായത് 26th എന്റെ പിറന്നാളായിരുന്നു. അപ്പോ മെനി റിട്ടേൺസ് താങ്ക് യു. അപ്പം അത് കഴിഞ്ഞ അന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് പോയി, പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരു സിനിമയ്ക്കൊക്കെ പോയി, അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ കുറെ വർക്ക് ഉണ്ട് ചെയ്യാൻ, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സർവം മായ എന്ന് പറഞ്ഞില്ല, പുതിയ നിവിൻ പോളിയുടെ ഒരു സിനിമയില്ലേ, സാറ് പോയായിരുന്നു കാണാൻ? ആണോ? ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ്, എല്ലാം ഇങ്ങനെ ഈ OTT-യിലായിരുന്നു കണ്ടോണ്ടിരുന്നത്. കുറെ നാളുകൾക്ക് ശേഷം റിവ്യൂ കണ്ടു, കുഴപ്പമില്ല എന്നൊക്കെ കണ്ടപ്പോ പിന്നെ അങ്ങനെ എന്നാ പിറന്നാളല്ലേ ഒന്നിച്ചങ്ങ് പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി, എല്ലാരും കൂടെ അങ്ങ് പോയി. ന്യൂ ഇയർ നന്നായിരുന്നു സാർ. ഇന്നലെ നമ്മൾക്ക് ന്യൂ ഇയർ പ്രോഗ്രാം ആയിരുന്നു ഇവിടെ. ആശ്വത ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു. ഞങ്ങള് അടിച്ചു പൊളിച്ചു. വെരി ഗുഡ്. എത്ര പേരുണ്ടായി? കുറച്ചു പേരേ ഉള്ളായിരുന്നു. കുറച്ചു പേരേ ഉള്ളായിരുന്നെങ്കിലും ഞങ്ങള് നമുക്കുള്ളൂ ആഗ്രഹം 5 കൂടുതലുണ്ടായല്ലേ? 5. എത്ര പേരുണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു ജിസ്ന? നമ്മള് 5 തോന്നുന്നു. 5 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങള് നന്നായിട്ട് അടിച്ചു പൊളിച്ചു. വെരി ഗുഡ്. ആഘോഷങ്ങൾ എപ്പോഴും ആഘോഷിക്കാവുന്നതാണ്. നല്ലൊരു കഥാപ്രസംഗമൊക്കെ പറഞ്ഞു, നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ശുഭേ ഒരു മൾട്ടി ടാലന്റഡ് ആണ്. വെരി ഗുഡ്. ഓക്കെ. ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല അല്ലേ? അതെ സാർ, ഞാനെന്നുള്ളത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു, ദൈവം ഇത് ആള് വലിയ പുള്ളിയാണല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അപ്പൊ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചോ. നമുക്ക് കോൺവെക്കേഷൻ സെറമണിക്ക് ഒരു പടം തട്ടാം. അധികം സാർ അത് ആരോടും പറയരുത്, നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ആരോടും പറയും. ഓക്കെ, അപ്പൊ അതങ്ങനെ നമുക്ക് തകർക്കാം. സെറമണിയുടെ അറിയത്തില്ല, അത്ര നന്നാവൂന്ന് അറിയത്തില്ല. ജസ്റ്റ് അവരുടെ അത്രയും ഇല്ല. സെറമണി ഫംഗ്ഷൻ തുടങ്ങുന്നേക്കാൾ മുമ്പ് അങ്ങനെ വെക്കാം, എന്താ പറയാ. അപ്പോ അല്ലെങ്കിൽ സെറിമണി കഴിഞ്ഞതിന് ഉച്ചയ്ക്ക് ശേഷം പരിപാടി ഉണ്ടാകുമ്പോൾ കുറച്ചുപേര് വീട്ടിൽ പോകും. അപ്പൊ കുറച്ചു പേരായിട്ട് ചുരുങ്ങുന്നത്, അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ വീട്ടിൽ പോകും. നേരെ മറിച്ച് ഒരു 10 മണിക്കൊക്കെ എല്ലാവരും എത്തുമല്ലോ, ഒരു 10:30 ആവും തുടങ്ങുമ്പോ. ആ ഒരു അരമണിക്കൂറൊക്കെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? ആ ഗ്യാപ്പിൽ നമ്മൾ ഈ പരിപാടി അങ്ങനെ മിക്സ് ചെയ്താല് എല്ലാ നല്ല ഓഡിയൻസും ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നു, വൈകി വരാതെ നേരത്തെ വന്ന് രാവിലെ തന്നെ വെക്കാവുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്തു. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ 1-2 ക്ലാസ്സുകൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേഷൻ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പോകാം. അപ്പൊ നിങ്ങള് നോട്ട്ബുക്കിൽ ഒരു ഹെഡിങ് എഴുതുക, എക്സാമിനേഷൻ സ്പെഷ്യൽ. മിന്നു ഓക്കെ ആയാ? ജോയിൻ ആയി. ഹാപ്പി ന്യൂ ഇയർ. അല്ല, അമ്മയുടെ കേസ് ഓക്കെ ആയാ? അമ്മ ഇന്നലെ ഇത് വീണു ബാത്റൂമിന്റെ അവിടുന്ന് കേറുമ്പോഴേ. അപ്പൊ കാല് ഉളുക്കി നടക്കാൻ വയ്യ.
അപ്പൊ അമ്മേനെ ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ബാത്റൂമിലൊക്കെ ആക്കി സെറ്റ് ആക്കിയിട്ട് കയറാച്ചിട്ടായിരുന്നു. Yes. കഴിഞ്ഞു കിടത്തി. Yes. അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സാമിനേഷൻ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. 2-3 ക്ലാസ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏതെങ്കിലും ദിവസങ്ങളിൽ ഒന്ന് കയറാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് ഒന്ന് കേട്ടേക്കാം. അത് ഉപകാരത്തിൽ കൊള്ളും. യെസ്, ചോദ്യം എഴുതിക്കോ. സാറ് ഞങ്ങൾ ഇന്നലെ ന്യൂ ഇയർ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സില്. യെസ്, എവിടെ? നമുക്ക് ഇവിടെയാണോ? ഓൺലൈനായിട്ട്. യെസ്, എത്ര സമയം വേണം? അല്ല, ഇന്നലെ ഉണ്ടായിരുന്നു കഴിഞ്ഞു. യെസ്, ഓക്കെ. ഞാൻ വിചാരിച്ചു ഇന്ന് ഉണ്ടെന്നാണ് വിചാരിച്ചു. അല്ല അല്ല, വേണമെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യും അല്ലേ ശുഭ, മിനു? അതെ എന്തിനും തയ്യാറായിട്ട് വന്നിരിക്കണം. ഞങ്ങൾ എന്ത് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാ. സാർ, ഞാനുണ്ടല്ലോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോണ്ടല്ലോ ഒന്നിനും സമ്മാനം കിട്ടിയില്ലെങ്കിലും എല്ലാത്തിനും പോകുന്ന ആളായിരുന്നു. എനിക്ക് പാട്ട് പാടാനൊന്നും ഒരു തുള്ളി പോലും അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇതിനൊക്കെ പങ്കെടുക്കും. ഞാൻ +2 പഠിക്കുമ്പോ ഇതുപോലെ എല്ലാത്തിനും പങ്കെടുക്കും. സമ്മാനമൊന്നും കിട്ടില്ല കേട്ടോ, വളരെ മോശമായ പ്രോഗ്രാമും ആയിരിക്കും. എന്നിട്ട് ഞാൻ +2 പഠിക്കുമ്പോ ഒരു ദിവസം +1 ഒരു ടീച്ചർ അവിടുത്തെ കുട്ടികളോട് പറഞ്ഞു, ആ +2 ശുഭേനെ കണ്ടുപോ, ഒന്നും അറിയില്ലേലും എല്ലാത്തിനും കൂടുമെന്ന്. അതായിരുന്നു എനിക്ക് വേണ്ടി ആദ്യ അഭിനന്ദനം. ഓക്കെ, അതാണ് വേണ്ടത്. ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നു. അപ്പൊ അതേ കോളേജിൽ തന്നെ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനുണ്ട്, കറുത്ത് മെലിഞ്ഞിട്ടൊരു പയ്യൻ. അപ്പൊ അത് വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടൊക്കെ ധരിച്ച് ഇടക്കിടക്ക് വരും. കോൺഗ്രസിന്റെ KICയുടെ നേതാവൊക്കെ വന്നു അത് ഒരു റെക്കോർഡ് ബുക്ക് ഉണ്ടാവും കയ്യിൽ. വളരെ മെലിഞ്ഞു തുടങ്ങിയ ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ പുള്ളി എല്ലാ കോപ്പറേറ്റിലും ഉണ്ടാവും, എല്ലാത്തിലും. അതായത് സ്റ്റേജിൽ ഇപ്പൊ മിസ്റ്റർ SNM എന്ന് പറയുന്ന ഒരു ഇത് ഇറക്കുകയാണെങ്കിൽ പുള്ളി വളരെ മെലിഞ്ഞിരിക്കുന്ന വിഷയമാണ്. പുള്ളിയും എന്ത് ചെയ്യും, ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് പുള്ളിയും ഓടിക്കയറി വരും. എല്ലാത്തിലും പുള്ളി കോമഡി എല്ലാത്തിലും ഉണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ പേര് സലീം കുമാർ എന്നാണ്. നമ്മുടെ സിനിമാ നടൻ സലീം കുമാർ അല്ലേ? യെസ്, ആ സലീം കുമാർ ആയിരുന്നു. പഠിച്ചതാണോ? എന്റെ കൂടെ അല്ല, എന്റെ 2 വർഷം ജൂനിയറാണ്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ അന്ന് പ്രീ ഡിഗ്രിയാണ്. അപ്പൊ പഠിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. യെസ്, 2 സിനിമാ നടന്മാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. എന്റെ ജൂനിയറാണ്. സാർ ഏത് കോളേജിലാണ് പഠിച്ചേ? നീ എപ്പോഴെങ്കിലും സലീം കുമാറിനെ കണ്ടാ പറയാലോ, ഞങ്ങളെ പഠിപ്പിച്ച ജോബ് സാറ് സലീം കുമാറിനോട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാലോ. അല്ല, എന്റെ ജൂനിയർ അതേ കോളേജിൽ പഠിക്കുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പൊ നേരത്തെ ശുഭ പറഞ്ഞില്ലേ, ആ ഒരു രീതിയിൽ കൂടി എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. പെൺകുട്ടികളുടെ ഇടയിൽ കൂടി ഒക്കെ എന്തെങ്കിലും കേട്ട് പുള്ളിയെ ഒന്നും ജയിക്കില്ല. പക്ഷെ അങ്ങനെ എല്ലാത്തിനും ഉണ്ടാവും പുള്ളി, ഞാൻ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. പക്ഷെ സാർ ഭയങ്കര യങ്ങാണ്. സലീം കുമാറിനെക്കാട്ടി യങ്ങായിട്ട് തോന്നുന്നു. അതിന്റെ രഹസ്യം എന്താ? താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. യെസ്, നമ്മൾ ആരെ കുറിച്ചും സലീം കുമാറിനെക്കാളും ജൂനിയർ എന്നല്ലേ പറഞ്ഞത്. ഈസ് വെരി ജൂനിയർ ടു മീ, വെരി ജൂനിയർ. എന്നെക്കാളും എങ്ങനെ വന്നാലും ഒരു 3 വയസ്സ് താഴെ ഉണ്ടാവുള്ളൂ സലീം കുമാർ. യെസ്, ഇനി രണ്ടാമത്തെ കേസ്. വേറൊരു നടനും കൂടി ഞങ്ങളുടെ നാട്ടിലുണ്ട്. വേറെ ആരുമല്ല, ബിജുക്കുട്ടനില്ലേ, ബിജുക്കുട്ടൻ. ബിജുക്കുട്ടന്റെ വീടിന്റെ മുന്നിൽ കൂടിയാണ് ഞാൻ മാർക്കറ്റിലേക്ക് അങ്ങനെയൊക്കെ പോകുന്നത്. ബിജുക്കുട്ടന്റെ വീടിന്റെ മുന്നിൽ കൂടിയാണ്. അപ്പൊ ബിജുക്കുട്ടൻ ജനിച്ച കമ്മിയാണ്. പൈസയൊക്കെ വന്നു കഴിഞ്ഞപ്പോ കുറച്ചങ്ങനെ മാറിയിട്ട് വേറൊരു വീട് എടുത്തിട്ട് അവിടെ താമസിക്കുകയാണ്. യെസ്, പിന്നെ ഇതുപോലെയല്ല, ഞങ്ങൾക്ക് എനിക്കൊരു മോളാ. അപ്പൊ അവള് ഉണ്ടായപ്പോ അവളുണ്ടായതിനു ശേഷം ആദ്യത്തെ ശ്രീകൃഷ്ണ ജയന്തി വരുവാ. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം ശ്രീകൃഷ്ണനാക്കണമെന്ന്. അപ്പൊ അവൾക്ക് 8 മാസം പ്രായം, 9 മാസമൊക്കെ ആകാറായി. അത്രേ ഉള്ളൂ, നടക്കാറായില്ല, നിക്കും, ജസ്റ്റ് പിടിച്ചു നിക്കും, അത്രേ ഉള്ളൂ. അത്ര ആയതേ ഉള്ളൂ. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം ശ്രീകൃഷ്ണനാക്കണമെന്ന്.
അപ്പൊ ഞങ്ങള് ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ കൂടെ അതുപോലെ ഡാൻസ് സ്കൂളുകളിൽ കൂടെ ഒക്കെ പോയി ഒന്ന് കൃഷ്ണനാക്കി തരാമോ എന്ന് ചോദിച്ചാൽ. അപ്പൊ ആരും ചെയ്യില്ല. അവർക്കൊക്കെ ഇത്രയും ചെറിയ കുട്ടിയാണ്, ഇരിക്കില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ഞങ്ങളെ ഒഴിവാക്കി വിട്ടു. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര വിഷമം. പുള്ളിക്കാരൻ പറഞ്ഞു, എടി സാരമില്ല, നീ തന്നെ അങ്ങ് ചെയ്യെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ ചെയ്യാൻ അറിയത്തില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ കൃഷ്ണനാക്കാൻ അറിയാമോ എന്ന് ഞാൻ നല്ലപോലെ കൃഷ്ണനെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പുള്ളി നീ ചെയ്യുന്ന പറഞ്ഞ് നിർമ്മിച്ചു. അപ്പൊ ഞാൻ പുള്ളിക്കാരന്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച എന്നാ ചെയ്യാം എന്നുള്ള ഇതില് ഞാന് അപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഞാന് കൃഷ്ണൻ മുണ്ടുടുക്കാനൊന്നും ആയില്ല. അപ്പൊ ഞാന് കൃഷ്ണന്റെ അതുപോലത്തെ ആ ഓറഞ്ച് കളറ് കൊണ്ട് എലാസ്റ്റിക് ഒക്കെ ഇട്ട് ഒരു ചെറിയ കുഞ്ഞി പാന്റൊക്കെ അടിച്ചെടുത്ത്, ചെറിയൊരു അതുപോലെ ചുമപ്പ് കളറിൽ കുഞ്ഞൊരു ബെറ്റിക്കോട്ട് പോലത്തെ സാധനമൊക്കെ തയ്ച്ചെടുത്ത്, അങ്ങനെ ഞാൻ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, ഞാൻ തന്നെ ഒരു ഓടക്കുഴല് സാധനം എല്ലാം ഉണ്ടാക്കി, ഞാൻ തന്നെ മേക്കപ്പും ചെയ്ത് ഞങ്ങള് ഉത്സവത്തിന് പോവാ. ഇപ്പൊ ഇവിടുത്തെ ശ്രീകൃഷ്ണ ജയന്തി ഭയങ്കര വലുതാ, വലിയ ശ്രീകൃഷ്ണ ജയന്തി. ഒത്തിരി അമ്പലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വരും. വേറെ വേറെ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരും. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കൃഷ്ണന്മാരും രാധമാരും എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 150 കൃഷ്ണന്മാരെങ്കിലും ഉണ്ടായിരുന്നു. അത്ര ഏറ്റവും കുറഞ്ഞതാ, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവും. അപ്പൊ നല്ല സുന്ദരം കൃഷ്ണന്മാരും എല്ലാം ഉണ്ട്. ഞങ്ങളും ഇങ്ങനെ പോയി, ഞങ്ങൾക്ക് സന്തോഷം. പക്ഷെ അത്ഭുതം ഉണ്ടല്ലോ, ഇത്രയും കൃഷ്ണന്റെ ഇടയ്ക്കിൽ നിന്ന് ഇതിന് പ്രൈസ് ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞികൃഷ്ണന് ഫസ്റ്റ് കിട്ടി. അപ്പൊ അപ്പൊ നമുക്ക് ഭയങ്കര എനിക്ക് അറിയില്ല, എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ അറിയാമെന്നൊന്നും അറിയത്തില്ല. എന്റെ ഒരു പരീക്ഷണമാണ്, ആദ്യത്തെ പരീക്ഷണം. എന്നിട്ട് എല്ലാ ഡ്രസ്സ്, മേക്കപ്പ്, എല്ലാ സാധനം ഞാൻ തന്നെയാണ്. ഓർണമെന്റ്സ് എല്ലാം ആരും സഹായത്തിനില്ല. ചെയ്യാൻ അറിയാമോന്നും അറിയത്തില്ല, ഒരു പരീക്ഷണം. അത് ഒത്തിരി പേര് ഞങ്ങളെ ഒഴിവാക്കി വിട്ടതാ, ബ്യൂട്ടീഷ്യന്മാരും അങ്ങനെയൊക്കെ. എന്നിട്ട് സമ്മാനം ഈ രവിവർമ്മയുടെ ഒരു അമ്മയും കുഞ്ഞും, ഒരു അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന, അതാണ് രവിവർമ്മയുടെ ആ ഒരു പെയിന്റിംഗ് ആണ് പ്രൈസ് കിട്ടിയത്. അപ്പത്തേക്ക് ഇവള് തീരെ കുഞ്ഞാണ്, ഉറങ്ങിപ്പോയി. മറ്റേ പ്രൈസ് അനൗൺസ് ചെയ്ത ആള് പറഞ്ഞു, കൃഷ്ണൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി, എന്നാലും ഈ കൃഷ്ണന് തന്നെ പ്രൈസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന, അറിയില്ലാണ്ട് ചെയ്ത ഒരു കാര്യത്തിന് നമുക്ക് വലിയൊരു അംഗീകാരം കിട്ടിയല്ലോ. പിന്നെ അതെനിക്കൊരു ആവേശമായി. പിന്നെ ഞാൻ എല്ലായിടത്തും കൃഷ്ണനാക്കും, രാധയാക്കും, മാവേലിയാക്കും, ജവഹർലാൽ നെഹ്റു, ക്രിസ്മസ് അപ്പൂപ്പൻ, അത് കഴിഞ്ഞ് വന്ന സർവ്വ പരിപാടികൾക്കും ഞാൻ അവളെ ഇങ്ങനെ വേഷം കെട്ടിച്ചു. ആ ആദ്യത്തെ അംഗീകാരം എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു, ഇനി എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ കുട്ടീനെ ഒക്കെ ഇങ്ങനെ ആക്കി. അവളെ ചേട്ടന്റെ കുട്ടീനെ ഞാൻ ഒരു ദിവസം, അവർക്ക് അവള് സ്കൂളിലാ, മലയാളി മങ്കയാക്കി വിട്ടി. അതും ഫസ്റ്റ് കിട്ടി. അത് ഫസ്റ്റ് പായസക്കൂട്ടായിരുന്നു കേട്ടോ സമ്മാനം. കണ്ട് വീട്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾ തന്നെ പായസം വെച്ച് കുടിച്ചു. വെരി ഗുഡ്. ഇനി അതെ, അത്രയും കൃഷ്ണന്മാരുണ്ടായാലേ ഇന്നസെൻസ് ഫീൽ ചെയ്തേക്കണം അവിടെ ഇരിക്കും. മനസ്സിലായില്ലേ? സംതിങ് ഡിഫറെന്റ്. എല്ലാവരും പോകുന്ന പാതയിലൂടെ പോയി കഴിഞ്ഞാല് നമുക്ക് വിജയിക്കാൻ പറ്റില്ല, ഡിഫറെന്റ് ആയിട്ട് പോകണം. യെസ്, അപ്പൊ അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെട്ടത്. യെസ്, എല്ലാത്തിലും പങ്കെടുക്കുക. മനസ്സിലായില്ലേ? നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണോ അത് എന്താ പറയാ എഴുതുക. എനിക്ക് എന്താ പറയാ, ഈ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു ഉത്സവത്തിന് കഥാപ്രസംഗം ഉണ്ടായപ്പോൾ ഞാൻ പോയി കേൾക്കാൻ പോയിരുന്നു കുറച്ചു നേരം. ഇപ്പൊ രാത്രി അധികം നേരം ഉറക്കുന്ന കാര്യം ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അതായത് എന്ത് കലാപരിപാടികളോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ നന്നായിട്ട് പാട്ട് പാടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന കുട്ടികൾ പഠിച്ചില്ല എങ്കിലും എനിക്ക് അവരെ ചീത്ത പറയാനൊരു ചെറിയൊരു ഉള്ളിന്റെ ഉള്ളിൽ വിഷമമാണ്. യെസ്, പൊതുവെ ഉള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ കരസ്പർശനമേറ്റവരാണ് കലാകാരന്മാർ, കലാകാരികൾ എന്നാണ് പറയുന്നത്. യെസ്, അപ്പൊ നമ്മൾ വിചാരിക്കും ആരാണ് കലാകാരൻ എന്നുള്ളത്. പാട്ട് പാടുന്നവനോ കഥ പറയുന്നവനോ അല്ല, ഇത് ആസ്വദിക്കാൻ കഴിവുള്ളവരും അതും കലാകാരന്മാരാണ്. അല്ലാത്തവർക്ക് അത് കലാകൃതിയെ നമുക്കൊരു എസ്തെറ്റിക് സെൻസ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റാവുന്ന ഒരു ഓഡിയൻസിന്റെ മുന്നിൽ നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. കഥകളി നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ആകെ ചിലപ്പോൾ ഒരു 10 പേരൊക്കെ ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. ആ 10 പേരും തലയാട്ടുന്നുണ്ടാവും. അപ്പോ ആ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് അറിയാം, അവർക്കത് മനസ്സിലാവുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ടെന്ന്. യെസ്, അപ്പൊ
ആസ്വദിക്കാനായിട്ടൊരു മനസ്സുണ്ടാവുന്നതും കലാഹൃദയത്തിന്റെ ലക്ഷണമാണ് കേട്ട രജിസ്ന. പരിപാടി അവതരിപ്പിക്കണമെന്നില്ല, ആസ്വദിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടായാലും മതി. യെസ് സാർ, ഞാനുണ്ടല്ലോ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ കഥാപ്രസംഗം അവതരിപ്പിക്കും. അപ്പൊ എനിക്കൊരു കൂട്ടുകാരൻ, കുഞ്ഞിനെന്നുള്ള എന്റെ കൂട്ടുകാരനാ, അവൻ ഇപ്പോഴും എന്നോട് പറയും, എന്റെ ശുഭയ നിന്റെ ഒരു കഥാപ്രസംഗം പറയാനാന്ന് പറഞ്ഞ് കേറിയിട്ട് കണ്ണും പിഴിച്ചു കാണിക്കും. എനിക്ക് ഇപ്പോഴും നീ കണ്ണും പിഴിക്കുന്ന ഓർക്കുമ്പോ പേടിയാവുന്നു, നിന്റെ ഒരു കഥാപ്രസംഗം എന്ന് പറയും. അപ്പൊ ഞാൻ ഇവനെ കളിയാക്കുന്നതാ. അപ്പൊ എനിക്കാണ് ദേഷ്യം ഇങ്ങനെ നമ്മളെ ഇതാക്കുന്നത്. പിന്നെ ഞാന് ഈ ഇതൊക്കെ പല പല കഥകൾ പറയാം. അതില് ഒരെണ്ണം സുൽത്താന റസിയയില് ആ പുള്ളിക്കാരിയുടെ കഥ. അത് പിന്നെ ഇവരിങ്ങനെ കോളേജിൽ തന്നെ സുൽത്താന റസിയ എന്ന് വിളിക്കും. അപ്പൊ അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, കളിയാക്കുന്നതാണ്. എനിക്കത് കേൾക്കുമ്പോ ഇങ്ങനെ നമ്മളെ കളിയാക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോ അങ്ങനെ ദേഷ്യം. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡിഗ്രിയുടെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ബികോം റീബർത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അപ്പൊ അവര് അതേ പേര് തന്നെ, അതേ സുൽത്താന റസിയ നീയും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതുവരെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് അത് ഭയങ്കര ദേഷ്യമായിരുന്നു ഇവരിങ്ങനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു, ദൈവമേ അവരിപ്പോഴും ആ പേര് ഓർത്തിരിക്കുന്നു. അപ്പൊ എനിക്കൊരു സന്തോഷമായി. അപ്പൊ നമ്മള് അന്ന് കളിയാക്കിയതാണെങ്കിലും ഇപ്പോഴും ആ പേരിൽ അവര് നമ്മളെ ഓർത്തിരിക്കുന്നല്ലോ, അതോർത്തപ്പോ ഒരു സന്തോഷം. ഈ നമ്മുടെ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ നടൻ ഒരിക്കലും ഇന്റർവ്യൂ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ആളുകളുടെ ഇടയിൽ നിന്ന് കൊടക്കമ്പി എന്നൊരു വിളി കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്. ഇപ്പോഴും ഒരു കൊടക്കമ്പി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ച അല്ലെങ്കിൽ അതിങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോ അതിപ്പോഴും ആളുകൾ ഓർത്തിരിപ്പുണ്ടല്ലോ. എന്റെ മനസ്സിൽ ഉണ്ട് കേട്ടോ. അതായത് എന്റെ മനസ്സിനോട് ഒരു സംഗതിയാണ്. അതായത് ഒരു കഥാപ്രസംഗം പറയുന്ന ഒരാള്, അയാള് റിട്ടയറായി, ചിലർ വയസ്സായി, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പുള്ളി ഇപ്പോഴും കഥാപ്രസംഗം വീട്ടിൽ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ പുള്ളി വീട്ടില് നിന്ന് കഥാപ്രസംഗം വരെ പറയുന്നു. ഇടക്കിടക്ക് റിയൽ ലൈഫും വരും എന്റെ കൂടെ. അങ്ങനെ വരുന്ന ഒരു നാടകം പോലെ അല്ലെങ്കിൽ ഒരു രംഗശില്പം പോലെ സംഗതി എന്റെ മനസ്സിലുണ്ട്. അത് എന്തെങ്കിലും ഒരിക്കലും എഴുതണം എന്നൊരാഗ്രഹമുണ്ട്. യെസ്, സമയമൊക്കെ കിട്ടുമ്പോ നോക്കും. പിന്നെ ജിസ്ന പറഞ്ഞ പോലെ നമ്മൾ ആരോടും ആർക്കും നമ്മൾ ദ്രോഹം ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ വി വിൽ ലുക്ക് എന്ന് അങ്ങനെ നമ്മൾ പോവാണ്. കാരണം എന്തിനാണ് നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാലും നമ്മൾ പറയാം, ഓക്കെ നീ എടുത്തു, നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള സംഗതിയാണെങ്കിൽ 7 കടലിന്റെ അപ്പുറത്താണെങ്കിൽ അത് അവിടെ നിന്ന് കറങ്ങി കറങ്ങി നിങ്ങളുടെ ജീവിതം തന്നെ വരും. നിങ്ങൾക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചുണ്ടുകൾക്കിടയിൽ, കപ്പിനും ചുണ്ടിനും ഇടയിൽ ആ സാധനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. യെസ്, അപ്പൊ അത് കറക്റ്റായിട്ട് സംഭവിക്കും. യെസ്, നിങ്ങള് പറഞ്ഞോളൂ. ഇന്നലെ ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ടൈം തീർന്നു പോയി ഉണ്ടല്ലോ. അപ്പം ഞങ്ങളൊരു ഒരു മിനിറ്റ് കേട്ടോ സാറേ, ഒരു മിനിറ്റ്. അപ്പൊ ഞങ്ങള് ന്യൂ ഇയർ പ്രോഗ്രാം ഇന്നലത്തെ കേട്ടോ. അപ്പം ഞങ്ങള് പ്രോഗ്രാം അവതരിച്ച് അങ്ങനെ ലിസ്റ്റ് വന്നപ്പം ശുഭേന്റെ കഥാപ്രസംഗം നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ കേട്ടിരുന്നു. പക്ഷെ സമയം തീർന്നു. നമുക്ക് 1 hour ആണല്ലോ നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒരു സിനിമ പാട്ടൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇപ്പൊ പാടിക്കോട്ടെ? ഞാനത് അങ്ങോട്ട് പറയാൻ പോവാണ്. എന്നോട് എന്തിനാണ് ഒഫീഷ്യലി ധൈര്യമായിട്ട് സാറേ എന്റെ കയ്യിൽ അയച്ചുകൊണ്ടിട്ട് ഞാൻ എടുത്ത് ധൈര്യമായിട്ട് പഠിക്കും. യെസ്, ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു. കാണാൻ കൊതിക്കുന്ന മാത്രയിൽ എന്റെ കണ്ണിൽ തിളങ്ങുന്നു നിൻമുഖം. കാലങ്ങളീ പുഷ്പവീതിയിൽ മലർത്താലങ്ങളേന്തുന്നു പിന്നെയും. കൂടറിയാതെൻ ജീവനിലേതോ കുയിലണയുന്നു, തേൻ ചൊരിയുന്നു, ഇണയുടെ ചിറകിനു തണലിനി നീ മാത്രം. എന്റെ മൗനരാഗമിന്നു നീ അറിഞ്ഞുവോ?
തെളിഞ്ഞുവോ വിണ്ണിലമ്പിളി, എന്റെ മോഹജാലകങ്ങൾ നീ തുറന്നുവോ, ഉണർന്നുവോ പാതിരാക്കിളി. ആരാമസന്ധ്യകൾ വന്നുവോ, നിറം തോരാതെ നിന്നോടു ചേർന്നുവോ, ഗാന്ധർവദാഹങ്ങൾ വന്നു നിൻ പ്രേമ ഇന്ദോളം കാതോർത്തു നിന്നുവോ, സാഗരഗീതം ജീവിതമോഹം തീരമിതെന്നും കേൾക്കുകയല്ലോ, നിറമേലിനി ഒരു തുണയിതു നീ മാത്രം. എന്റെ മൗനരാഗമിന്നു നീ അറിഞ്ഞുവോ, തെളിഞ്ഞുവോ വിണ്ണിലമ്പിളി, എന്റെ മോഹജാലകങ്ങൾ നീ തുറന്നുവോ, ഉണർന്നുവോ പാതിരാക്കിളി. നിറമേഴും വിരിയുമ്പോൾ കണിയായണിഞ്ഞൊരുങ്ങി നിന്ന പൊൻതിടമ്പു നീ. ലാല 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 ലാല. ഓക്കെ സാർ. നമ്മൾ വിചാരിച്ച പോലെ പിടിച്ചത് പോലെ തന്നെ ആളെങ്കിൽ ഇരിക്കണെന്ന് പറഞ്ഞ പോലെ ഐറ്റം കയ്യില് വെരി ഗുഡ്. നല്ല ബാസ് ഉള്ള ശബ്ദം കേട്ടോ. ഈ ഒരു വിഷയത്തിലാണ് ഈ ജെറി അമൽദേവിന്റെ പാട്ട് യേശുദാസ് പാടാതിരുന്നത്. അതൊരു വിഷയമുണ്ട്. പണ്ട് ജെറി അമൽദേവ് നല്ലൊരു സംഗീത നമ്മുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പാട്ടൊക്കെ ഇല്ലേ, അതെല്ലാം പുള്ളിയുടെയാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം യേശുദാസും ജെറി അമൽദേവും തമ്മിലൊരു അകൽച്ചയുണ്ടായി. അതിൻ്റെ അകത്ത് ഉണ്ടായ വിഷയം ഇതായിരുന്നു. ഒരു തമിഴനായ ഒരാള് അദ്ദേഹത്തിന് ജെറി അമൽദേവിനോട്, ഈസ് എ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ട് യേശുദാസിന്റെ ശബ്ദം എന്ന് ചോദിച്ചു. അപ്പോ ഈ യേശുദാസിന്റെ ശബ്ദം മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഹിന്ദിയിൽ പാടുന്ന ഒരാളുടെ ശബ്ദവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ജെറി അമൽദേവ് പറഞ്ഞു, മുഹമ്മദ് റാഫിയുടെ ശബ്ദം ഡെപ്ത് ഉള്ള വോയിസാണ്, യേശുദാസിന്റെ ശബ്ദം ഡെപ്ത് കുറഞ്ഞ വോയിസാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് പറഞ്ഞു. അതൊരു താരതമ്യം ചെയ്ത് പറഞ്ഞതാണ്. പിറ്റേ ദിവസം ആ മാഗസിനിൽ അടിച്ചു വന്നപ്പോ എങ്ങനെ വന്നറിയുമോ, യേശുദാസിന്റെ ശബ്ദം സ്ത്രീ ശബ്ദം ജെറി അമൽദേവ്. ഇതായിരുന്നു ആ ഇന്റർവ്യൂവിന് ശേഷം വന്ന അയാളുടെ മാഗസിനിൽ ഒന്ന് കിട്ടി. യേശുദാസ് ഇത് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ യേശുദാസ് എന്റെ ശബ്ദം സ്ത്രീ ശബ്ദമാണെങ്കിൽ നിങ്ങൾ മ്യൂസിക് ചെയ്യുന്നൊരു പാട്ട് ഞാനിനി പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്ത് പറ്റി, യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജെറി അമൽദേവിനെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിക്കരുത് എന്ന് ഒരവസ്ഥ വന്നു. അങ്ങനെ ഗ്രാജുവലി ജെറി അമൽദേവ് സിനിമയിൽ നിന്ന് ഓക്കെ മിന്നു ഔട്ടായി പോയി. നല്ല ഡെപ്ത് ഉണ്ട് വോയിസിന്. ഓക്കെ. ഇതിപ്പോ നമ്മളിപ്പോ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെ പാടുന്നത്. ഒരു സ്റ്റുഡിയോയിലൊക്കെ നിന്ന് പാടുകയാണെങ്കിൽ വേറെ ലെവലാകും. ഓക്കെ കീപ് ഇറ്റ്. മിന്നു റെഡി ആയിക്കോളൂ. ഓക്കെ സാർ. ഓക്കെ. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ, ചെമ്മാന പൂമുറ്റം നിറയെ മണിമഞ്ചാടി വാടിയെറിഞ്ഞോളേ, കുങ്കുമമിട്ട കവിൽ തടമോടി മിന്നുകളിളകിയ പൊന്നരയോടി, കുങ്കുമമിട്ട കവിൽ തടമോടി മിന്നുകളിളകിയ പൊന്നരയോടി, മഞ്ഞളണിഞ്ഞൊരു പൂമയോടി നിലാവിലൊരുങ്ങി മയങ്ങണ പെണ്ണി കണ്ണാടി, തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി
കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിരുവാതിരയിൽ ശ്രീ പാർവതിയായി പെണ്ണേ നീ രാത്രിയിലാരെ തേടുന്നു ശ്രീമംഗലയായി വനമല്ലികയായി പൂമാലക്കാവിൽ നീ നിന്തിനു വന്നു നീരാട്ടിനിറങ്ങും ശിവപൗർണമിയല്ലേ നീരാഞ്ജനമെരിയും നിൻമോഹങ്ങളിൽ ഞാനില്ലേ കുങ്കുമമിട്ട കവിൽ തടമോടി മിന്നുകളിളകിയ പൊന്നരയോടി കാൽത്തള കൊഞ്ചിയ നാളം പോലെ നിലാവിലൊരുങ്ങി മയങ്ങണ കണ്ണാടി തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണാത്തി പുഴയുടെ തീരത്ത് തൃക്കാർത്തികയിൽ നിറദീപവുമായി കളിയാട്ടക്കടവിൽ നീ ആരെ തിരയുന്നു അണിമൈ നിറയെ അലങ്കാരവുമായി ഏകാംഗിനിയായി നീ ഇന്നാരെ തേടുന്നു കനലാടിയിറങ്ങി മുടിയേന്തിയ തെയ്യം തോറ്റം പാട്ടിറയും നിന്നിട നെഞ്ചിൽ ഞാനില്ലേ പൂരം കളിയുടെ പൂവിളി പോലെ പൂവിലുറങ്ങിയ ഗന്ധം പോലെ മാരൻ മീട്ടും തമ്പുരു പോലെ നിലാവിലൊരുങ്ങി മയങ്ങ കണ്ണേ വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്. താങ്ക് യു സർ. ഓ യെസ് വിനു, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 കലാകാരികളാണ്. MK12 പറഞ്ഞപ്പോ യെസ്. ഈ സിനിമ ഏതാണെന്ന് മിന്നു? ഞാൻ സിനിമയുടെ പേര് പറഞ്ഞു വേണോ? കളിയാട്ടം. കളിയാട്ടം. കളിയാട്ടം കളിയാട്ടം. യെസ്. എനിക്ക് പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാർ, പക്ഷെ സൗണ്ട് ശരിയല്ല. ഞാന് ചെറുപ്പത്തിലൊക്കെ ഡാൻസും പാട്ടൊക്കെ പഠിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ അച്ഛനൊക്കെ ഗൾഫിലായിരുന്നു. അപ്പൊ അമ്മയും ഞങ്ങള് 2 പെൺകുട്ടികളാണ്. അപ്പൊ പോവാനും കൊണ്ടുവരാനൊന്നും ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ, പക്ഷെ സ്കൂളിലൊക്കെ നമുക്ക് അറിയില്ലെങ്കിലും നമ്മള് ശുഭ പറഞ്ഞ പോലെ ഞാൻ തിരുവാതിരക്കളിയിലും പാട്ടിലും എല്ലാത്തിലും പങ്കെടുക്കും. സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും എല്ലാത്തിലും പേര് വിളിക്കുമ്പോ മിനു സുരേഷ് ഉണ്ട്, അല്ല മിനു എസ് ഉണ്ട്, മിനു എസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയും എല്ലാത്തിലും പങ്കെടുക്കും. പക്ഷെ നമുക്ക് സമ്മാനം ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അമ്മോട് വന്നിട്ട് ഇപ്പോഴും പറയും, അച്ഛൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഐറ്റത്തില് ഞങ്ങൾ മിടുക്കികളായേനെ. അനിയത്തിയും അതെ, അനിയത്തിയും നന്നായി പാട്ട് പാടും, പക്ഷെ ഒന്നും പഠിക്കാനൊന്നും പോയിട്ടില്ല. ഞങ്ങൾ പിന്നെ അച്ഛൻ ഡ്രോയിങ്ങിന്റെ മാഷായിരുന്നു ഗൾഫിലെ, ഇന്ത്യൻ സ്കൂളിലായിരുന്നു. അപ്പൊ ഞങ്ങക്ക് വരയ്ക്കാൻ അനിയത്തി നന്നായി വരയ്ക്കും. ഞാനിങ്ങനെ ക്രാഫ്റ്റിന്റെ മേഖലയിലൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ തിരിഞ്ഞു. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആയിരുന്നു. അച്ഛന് ഡ്രോയിങ്ങിന്റെ ടീച്ചറായിരുന്നു. അച്ഛൻ അനിയത്തിയൊക്കെ നന്നായി വരയ്ക്കും, ഞാന് ഈ മേഖലയിലും അനിയത്തി ഡ്രോയിങ് മേഖലയിലൊക്കെ ആയിട്ട്. പിന്നെ അങ്ങനെ ഒരു പ്രായം കഴിഞ്ഞപ്പോ അതൊക്കെ മാറ്റി വെച്ചു. ഇപ്പൊ അവള് സൈക്കോളജിയുടെ ടീച്ചറാണ് അനിയത്തി. അവര് ഡ്രോയിങ് ഒക്കെ മാറ്റി, കലാപരിപാടികളൊക്കെ മാറ്റി. എന്നാലും എല്ലാവരും ഒക്കെ വീട്ടിലൊക്കെ എല്ലാവരും കൂടുമ്പോ എല്ലാവരും പാട്ടൊക്കെ പാടും നന്നായിട്ട്. ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഡാൻസും കളിക്കും. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇപ്പോഴും പറയും, അച്ഛൻ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാട്ട് പഠിക്കാൻ പോവാണ്. ഞങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പഠിക്കാൻ പോണെന്ന് പറയുമ്പോ അമ്മ പറയും, ആരും ഇല്ലല്ലോ, വൈകുന്നേരം ആവുമ്പോ കൊണ്ടുവന്നാക്കാനൊന്നും ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോഴും ഒരു വിഷമമാണ്. ഞാൻ എന്നിട്ട് എന്റെ മക്കളെന്നെ ഇപ്പൊ ഒരാള് പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്, ഒരാള് വയലിൻ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ മക്കളിലൂടെ മക്കളിലൂടെയാണ് ഇപ്പോ സാധിക്കുന്നത്. അന്ന് മക്കൾ പ്രശസ്തയായി കഴിയുമ്പോൾ അവർക്ക് അവാർഡ് കിട്ടുമ്പോ അവര് ചോദിക്കും, എന്താണ് മക്കളോട് ചോദിക്കില്ലേ, എന്താണ് ഇൻസ്പിറേഷൻ? അപ്പൊ അവര് മിന്നു എസ് എന്ന് പറയുന്ന എന്റെ അമ്മയാണെന്ന് പറയുമ്പോ മൈക്ക് മിന്നൂര് തരും. അപ്പൊ മിന്നൂര് അന്ന് നിറഞ്ഞ വേദിയിൽ നിന്നുകൊണ്ട് അന്ന് പറയാം. യെസ്, ഓക്കെ. ഞാനിങ്ങനെ പറഞ്ഞു.
മിന്നുവേ കൊച്ചുമോനെ പാട്ട് പഠിക്കാൻ പറ്റെന്ന് പറഞ്ഞ് അത് ഓർത്തപ്പോ ഞാൻ എന്റെ മോളെ ഡാൻസ് പഠിക്കാൻ വിടണമെന്ന് എനിക്ക് ആഗ്രഹം, അവൾക്കല്ല എനിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു മോനെ ഡാൻസ് പഠിക്കാൻ വിടട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ എളുപ്പാ, മിന്നു പറഞ്ഞ പോലെ നമ്മങ്ങനെ കഷ്ടപ്പാടില്ല നമുക്ക് കൊണ്ടുപോകാനും വരാനും ഒന്നും, തൊട്ടടുത്താ. വിടട്ടേന്ന് വെച്ചപ്പോ ഇവള് എന്നോട് പറയുകയാണേ, അമ്മ എനിക്ക് ഡാൻസ് പഠിക്കാൻ പോകണ്ട, എനിക്ക് കരാട്ട പഠിക്കാൻ പോണെന്ന്. അപ്പൊ 3 വയസ്സായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു ഇവൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, കരാട്ട എന്ന് പറയുന്ന സാധനം എന്നാന്ന് അറിഞ്ഞിട്ടാണ് ഇവള് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു അത് എന്ത് സാധനമാന്ന് ചോദിച്ചു. അമ്മ കണ്ടിട്ടില്ല, ഒരു വെള്ള ഉടുപ്പ് ഇട്ട് ഒരു ബെൽറ്റും ഇട്ട് ഒരു കരാട്ട. അപ്പൊ എനിക്ക് ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവളങ്ങനെ അറിയില്ലാണ്ടൊന്നും അല്ല പറയുന്നത്, അവൾക്ക് അത് എന്നാന്ന് അതിനെപ്പറ്റി ഒരു ധാരണയുണ്ടെന്ന് എനിക്ക് അപ്പൊ മനസ്സിലായി. നമുക്കൊക്കെ അന്ന് അറിയോ കരാട്ട എന്നാന്ന്. അപ്പൊ അവള് ഡാൻസ് പഠിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചപ്പോ, പ്രത്യേകിച്ച് പെൺപിള്ളേരല്ലേ, അതോർത്ത് ഡാൻസ് പഠിക്കാൻ പറ്റത്തേന്ന് ചോദിച്ചപ്പോ അവൾക്ക് അത് വേണ്ട, അവൾക്ക് കരാട്ട പഠിക്കാൻ പോയാൽ മതി. അങ്ങനെ. അതുപോലെ ന്യൂ ഇയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ഇപ്പൊ ഈ ക്രിസ്മസ് ഇല്ലേ, 25-ാം തീയതി ക്രിസ്മസിന് തലേ ദിവസം 24-ാം തീയതി നമ്മുടെ ഇതിലെ ഇത് വരുവാ, കരോള് വരുവാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് നോക്കി, ഇവള് കൊച്ചു പ്രത്യേകിച്ച് ഇങ്ങനെ പ്രതീക്ഷിച്ച് നോക്കി നിൽക്കുക. അപ്പൊ ഈ കരോളുകാര് വന്നവര് നമ്മുടെ അപ്പുറത്തെ വീട്ടിലും കയറി ഇപ്പുറത്തെ വീട്ടിലും കയറി, നമ്മുടെ വീട്ടിൽ മാത്രം കയറിയില്ല. അപ്പം മേ ബി ക്രിസ്ത്യൻ ഫാമിലി അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവര് കയറാത്തെ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഇവര് വന്നില്ല. ഇവര് വരാതിരുന്നപ്പോ എന്റെ മോൾക്ക് വിഷമമായി പോയി. അപ്പൊ പുള്ളിക്കാരി എന്നോട് പറയാണ് അവൾക്ക് സ്റ്റാർ ഇടണോന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അച്ഛനെ ഒരു സ്റ്റാർ മേടിച്ചോണ്ട് വന്നു, സ്റ്റാറും എക്സ്റ്റൻഷൻ ഫയർ ഒക്കെ കൊണ്ടുവന്നു. പക്ഷേങ്കിൽ അത് നമ്മുടെ ഫ്രണ്ടിൽ വരെ എത്തിയില്ല, ഒരു ശകലം പൊടിക്ക് നീളം കുറവായിരുന്നു. അപ്പൊ ഇവളെ സമാധാനിക്കാൻ അത് ഹാളിൽ തന്നെ ഇട്ടു. അപ്പൊ ഇവള് പറയുവാണ് ഞാൻ അന്ന് പറഞ്ഞാല് സ്റ്റാർ മേടിക്കാന്ന്, സ്റ്റാർ ഉള്ള വീട്ടുകളിൽ കൂടെ മാത്രമാണ് ക്രിസ്മസ് അപ്പൂപ്പൻ കയറുള്ളൂ, നമ്മുടെ വീട്ടിൽ സ്റ്റാർ ഇല്ലാഞ്ഞതുകൊണ്ട് അപ്പൂപ്പൻ ഇതിലെ വരാഞ്ഞെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒരു സ്റ്റാർ ഇടാന്ന്. അത് കഴിഞ്ഞ പുള്ളിക്കാരി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, പിന്നെ അമ്മയ്ക്കൊന്ന് ലെഫ്റ്റ് എന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന്. ലെഫ്റ്റ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ കയറുമായിരുന്നു. ക്രിസ്മസ് അപ്പൂപ്പന് വഴി അറിയാവോ, അമ്മ മിണ്ടാതെ നിന്നു, അമ്മയ്ക്കൊന്ന് ലെഫ്റ്റ് എന്ന് പറയാമായിരുന്നു, അങ്ങനെ പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും വന്നേന്ന്. അങ്ങനെ ഇച്ചിരി നേരം അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ വീണ്ടും പറയാ, അമ്മയ്ക്കൊന്ന് ചിരിക്കായിരുന്നു, അമ്മ ചിരിക്കാത്തത് കൊണ്ട് അവര് കയറി വരാഞ്ഞേ. ചിരിക്കാതിരുന്ന ആരെങ്കിലും വീട്ടിൽ വരുവോ, അമ്മയ്ക്കൊന്ന് ചിരിക്കാൻ പാടില്ലായിരുന്നോ എന്ന്. അതും കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും പുള്ളിക്കാരി എന്നെ പറയണ, അമ്മയുടെ മുഖം ഇങ്ങനെ ആക്ഷനെ കാണിക്കുക, ഇത്രയും വീർത്തായിരുന്നേ, മുഖം ഇത്രയും വീർപ്പിച്ചിരുത്താ ഏതെങ്കിലും മനുഷ്യര് നമ്മുടെ വീട്ടിലേക്ക് വരുമോ, അമ്മയുടെ മുഖം വീർത്തിരുന്നതുകൊണ്ടാ സാന്റ നമ്മുടെ വീട്ടിൽ മാത്രം കയറാത്ത. പിറ്റേ ദിവസം വീണ്ടും വന്നു, അടുത്ത ദിവസം സാന്റ ഇതുപോലെ വന്നു. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ഇതുപോലെ കയറി. അപ്പൊ ഇപ്പുറത്തെ കേറാതിരിക്കുമെന്ന് പുള്ളിക്കാരിക്ക് ഒരു പേടി. പുള്ളിക്കാരി അതുകൊണ്ടുണ്ടല്ലോ സാന്റ വന്നില്ലെങ്കിലോ തൊട്ട് ഇവിടെ നിന്ന് സാന്റയെ വിളിച്ചു, സാന്റ ഇവിടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ വിളിച്ചു കഴിയുമ്പോ വരാതിരിക്കാൻ സാന്റയ്ക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് സാന്റ വന്നിട്ട് പോയി. കുട്ടികൾക്ക് അറിയില്ലല്ലോ, ഞങ്ങളുടെ വീടിന്റെ അരികത്തോട് വരും. അപ്പുറത്ത് 2-3 ചെറിയ കുട്ടികളുള്ള വീടുണ്ട്, അതാണ് ഒരു ചെറിയ വേറെ വഴിയാണ്. അപ്പൊ അവിടുത്തെ വീട്ടിൽ അപ്പൂപ്പന് വഴിയിലൊന്ന് നിൽക്കും വിളിച്ചിട്ട് പോവാൻ. അല്ലെങ്കിൽ അവരുടെ വീട് അവിടെ ഉണ്ടെന്ന് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ വിളിച്ചിട്ട് പോകാനായിട്ട്. യെസ്. അപ്പോ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങൾ ഇല്ലാത്ത നാടകം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? നാടകങ്ങളോട് ഇഷ്ടമുള്ള ശുഭക്ക് ഇഷ്ടമുണ്ടോ? യെസ്, ഇഷ്ടമുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് ഞാൻ സിനിമക്കോയിന്ന് പറഞ്ഞപ്പോ പറഞ്ഞില്ല, എനിക്ക് സിനിമയേക്കാൾ കൂടുതൽ ഇഷ്ടം നാടകങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഭയങ്കര താല്പര്യമാണ്. ഞാന് നാടകത്തിന്റെ പറഞ്ഞപ്പോ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രാജാവായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിലേ. അപ്പൊ ഞാൻ ആ സമയത്ത് കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാന് എന്റെ ടൈം ആയപ്പോ ഞാൻ ഈ കണ്ണടയിൽ വെച്ച് കയറി രാജാവ് ക്ലാസ്സിൽ പഠിക്കുമ്പോ. അപ്പൊ എല്ലാരും പിന്നീട് നിന്ന് അയ്യോ കണ്ണട വെച്ച രാജാവോ ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ കണ്ണടയുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. 10ൽ പഠിക്കുമ്പോഴാണ് ഞാൻ രാജാവായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണട വെച്ച രാജാവ്, എപ്പോഴും എന്നിട്ട് എന്നെ ഗ്രൂപ്പിൽ വിളിക്കുമ്പോ കണ്ണട വെച്ച രാജാവല്ലേ ഇത് ശുഭ പറഞ്ഞപ്പോ എനിക്ക് അത് ഓർമ്മ വന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അതിനോട് എനിക്ക് ഭയങ്കര താല്പര്യം. ഇപ്പൊ
എന്റെ ഒരു ഇഷ്ടവും പാഷനും എടുക്കുന്നത് അതിൻ്റെ അകത്താണ്. നാടകത്തിൽ ഭയങ്കര ഇഷ്ടം. എവിടെയെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോവാറുണ്ട്. പിന്നെ അവരെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവര് ഒരു ക്ഷണിക്കപ്പെട്ട സദസ്സിനെ വിളിക്കില്ലേ, കുറച്ചുപേരെ ആദ്യം വിളിച്ചിട്ട് ഒരു കാണിക്കൂലേ, അപ്പൊ അതിൻ്റെ അകത്തേക്ക് വിളിക്കാറുണ്ട്. ഒന്നൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യെസ്, ഞാൻ പറയുമ്പോ ഇങ്ങനെ പല നാടകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ഒരു കഥ വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആ കഥ കുറെ നാളുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ ഞാൻ പിന്നീട് ഞാനത് എഴുതി. ഞാൻ ഒരു അനുഭവം പറയുന്നത് എഴുതി കഴിഞ്ഞതിന് ശേഷം എന്റെ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു കൂട്ടുകാരനെ കൊണ്ടേ കാണിച്ചു, ഇങ്ങനെയാണ് ഈ സംഭവം എന്ന് പറഞ്ഞു. അപ്പോ പുള്ളിയെ വായിച്ചിട്ട് പറഞ്ഞു, അതെ പ്രൊഫഷണൽ നാടകം കിട്ടുമ്പോൾ ഇതല്ല, ഇതിന് വേറെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടേതായ കുറെ സജഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ സജഷനൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി അതൊക്കെ പൊളിച്ച് രണ്ടാമത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു ഡയറക്ടറെ കൊണ്ട് വായിച്ച് കേൾപ്പിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ ഓരോ സമിതികളിലെ അരികത്ത് നിന്ന് ചോദിക്കും, ഇത് നാടകമായിട്ട് നിങ്ങൾ കളിക്കുമെന്ന് ചോദിക്കും. അപ്പൊ അവരൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, അടുത്ത വർഷം നോക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നെ ഒഴിവാക്കണമെന്ന് അങ്ങനെ പറഞ്ഞാൽ മാറ്റി വിടുമായിരുന്നു. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങള് വായിച്ച് കുഴപ്പമില്ല, ഞങ്ങൾ കളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പുള്ളി കണ്ടീഷൻ വെച്ചു, തൃശ്ശൂര് ഒരു ആശ്രമമുണ്ട്, ആശ്രമത്തിൽ ഒരു ഡയറക്ടർ, ഒരു പള്ളിയച്ഛനാണ്, അദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹം ഇത് വായിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചാലക്കുടി അപ്പുറത്താണ് പുള്ളിയുടെ ആശ്രമം. ഞാൻ അവിടെ ചെന്നു, അച്ഛനെ കണ്ടു, സംസാരിച്ചു. ഈ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കാതെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ തന്നാൽ മതി, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ തൃശ്ശൂർ വരും, അപ്പൊ തൃശ്ശൂർ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം, അപ്പൊ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ സ്ക്രിപ്റ്റ് അവിടെ കൊണ്ടുപോയി ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ തൃശ്ശൂര് പാറമേക്കാവും അമ്പലത്തിന്റെ ഇപ്പുറത്തുള്ള ആൽത്തറയിൽ ഞാൻ ഇരിക്കുകയാണ്. അച്ഛൻ വന്നു, വായിച്ചിട്ട് പുള്ളി തിരിച്ചു പറഞ്ഞു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, ഞാനൊരു 80 മാർക്ക് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. ജോബ് ഞാൻ 80 മാർക്ക്. ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു 80 മാർക്ക് എന്ന് പറയുമ്പോ തീരെ കുറവായി പോയില്ലേ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എന്റെ മാർക്ക് ഞാൻ പിശുക്ക് മാർക്ക് തരുന്ന ആളാണ്, ഞാൻ 80 മാർക്ക് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായി, അവരിപ്പോ കളിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷ. അപ്പൊ ഈ നാടകത്തിന്റെ ട്രൂപ്പിന്റെ ഓണർ പറഞ്ഞു, അതെ ഞങ്ങളുടെ പഴയ നാടകങ്ങളിലൊക്കെ കളിച്ചിരുന്ന ഒരാളാണ് ശിവജി ഗുരുവായി, സിനിമാ നടൻ, ഇപ്പോഴത്തെ സിനിമാ നടനല്ലേ, പുള്ളി അന്ന് സിനിമയിൽ അഭിനയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര നാടകത്തോട് ക്രേസ് ഉള്ള ഒരാളാണ്. ശിവജി ഗുരുവായൂര് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വായിച്ചിട്ട് ഓക്കെ എന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ അടുത്ത കടം പോയിട്ടുണ്ട് ശിവജി ഗുരുവായൂർ. അങ്ങനെ ഗുരുവായൂർ കോട്ടപ്പടിയിലുള്ള ശിവജി ഗുരുവായൂർ വീട്ടിൽ ഞാൻ പോയി. അദ്ദേഹത്തിന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ ഈ സ്ക്രിപ്റ്റ് പുള്ളിയെ വായിച്ച് കേൾപ്പിക്കുന്നു. ഒരു പകുതി കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു, ഇനി വായിക്കണ്ട, മതി, ബാക്കി നമുക്ക് റിഹേഴ്സലും ശരിയാക്കിക്കോളാം, നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിയെ പച്ചക്കുടി തന്നു. അത് കഴിഞ്ഞപ്പോ ഇന്ന് സമിതിയുടെ ഓണർ അടുത്തൊരു ഡിമാൻഡ് എടുത്ത് വെച്ചു, ഞങ്ങളുടെ പഴയകാല നാടകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ഒരു എഴുത്തുകാരന്റെ പേര് പറഞ്ഞു, അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം കൂടി ഇത് വായിക്കണം, അദ്ദേഹം കൂടി ഇത് വായിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് റെഡി എന്ന് പറഞ്ഞു. അപ്പൊ ഈ കഴിഞ്ഞ സിനിമലയിലെ സിനിമയുടെ തിരക്കഥ എഴുതിയത് പുള്ളിയാണ്. ഇപ്പൊ പുള്ളി സിനിമയിലാണ്, നാടകത്തിലുണ്ടെങ്കിൽ സിനിമയിലാണ്. അങ്ങനെ മണ്ണൂത്തിയിലുള്ള പുള്ളിയുടെ ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. അപ്പൊ പിന്നെ അതോടുകൂടി എന്റെ പ്രതീക്ഷ പോയി. കാരണം അത്രയും നേരം വായിച്ച ആൾക്കാർ പിന്നെ ഒരു രചയിതാവാണ് വായിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് റിജക്ട് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയാം. പുള്ളിയെ കൊടുത്തു. പിന്നെ ആ പ്രതീക്ഷയൊക്കെ ഞാൻ വിട്ടു. 2 ദിവസം കഴിയുമ്പോൾ അവരിൽ നിന്നൊരു വിളി വന്നു, അതെ ഞങ്ങൾ വായിച്ചു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ജോബ് ഒരു കാര്യം ചെയ്യും, തൃശ്ശൂര് റൗണ്ടില്, തൃശ്ശൂർ റൗണ്ടിലെ ഒരു ഗാർഡൻ, കോർപ്പറേഷനൊരു ഗാർഡൻ ഉണ്ട്, ഒരു ഗാർഡൻ, അവിടെ വരിക, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അവിടെ വന്നു, അവിടെ വെച്ച് സംസാരിച്ചു. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ നാടകം തൃശ്ശൂർ ഗുരുവായൂർ നടക്കുന്ന ഒരു സമിതി നമ്മുടെ സിനിമാ നടൻ ശിവജി ഗുരുവായൂർ സംവിധാനം ചെയ്ത് 2 വർഷം തുടർച്ചയായിട്ടുള്ള വേദികളിൽ അവതരിപ്പിച്ചു. അത് അവിടെ തുടങ്ങിയാണ് ഞാൻ നാടകത്തെ കൂടുതൽ സ്റ്റേജ് പഠിക്കുന്നത്.
അതിന്റെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടാകും നാടകം. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് യെസ്, ഓക്കെ ഓക്കെ സുവിധ, ഓക്കെ മിനു, യെസ്. അപ്പൊ അങ്ങനെ അതായത് ആരും പറയാത്തൊരു വിഷയമുള്ളൂ, ഒരു ഭാര്യയും ഭർത്താവും. ആ ഭാര്യയും ഭർത്താവ് കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നു. ഭാര്യ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ വലിയ സന്തോഷമായി. യെസ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ തീരുമാനിക്കുന്നു സ്കാൻ ചെയ്ത് നാടകത്തിന്റെ പേര് നേരറിവിന്റെ പാതിരാ കോടതി എന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരെണ്ണം, അത് വിധി പറയും മുമ്പേ, അതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. യെസ്. ഗുരുവായൂർ ബന്ധുര എന്ന് പറഞ്ഞൊരു സമിതിയാണ് അത് കളിച്ചത് കേട്ടോ. യെസ്. അപ്പൊ അങ്ങനെ നാടകവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അവർ എന്നോട് പറയാറുണ്ട് ഒരു സംഗതി എഴുതുക. അപ്പൊ നമ്മൾ അവരോടൊരു കഥ പറയും, ഇതാണ് കഥ. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെട്ട അവർ പറയും ഓക്കെ പ്രൊസീഡ് ചെയ്യാൻ പറയും. അതല്ലാതെ അവർ പറയും കഥ താഴെ പിടിച്ചില്ലല്ലോ, മാറ്റി പിടിക്കുന്നു പറയും. അപ്പൊ ആലോചിച്ചിട്ട് വേറെ കഥ പറയും. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെട്ടാല് പിന്നെ അതിനുവേണ്ടി മെനക്കെട്ടിരിക്കും. മനസ്സിലായിരിക്കും. അതാണ് ഈ പഠിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞാലുള്ള എൻ്റെ വേറൊരു ലോകം. ആ ഒരു ലോകത്താണ് ഞാൻ. അപ്പൊ ക്ലാസ് എടുക്കുക, പിന്നെ ഈ പറഞ്ഞ സംഗതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ കണ്ടു. ഞാൻ ഒരിക്കലും തൃശ്ശൂര് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളിന്റെ ഒരു 100ാമത് വാർഷികത്തില് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയ കുട്ടികൾ 4 പഠിക്കുന്ന ഒരു കുട്ടികളുടെ LP സ്കൂളിന്റെ വാർഷികമാണ്. ഒരു ഈശ്വര പ്രാർത്ഥന പാടി, സ്വർഗച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാനൊരു പാട്ടില്ലേ, ആ പാട്ടിന്റെ അതേ ട്യൂണാണ്. പക്ഷെ ഈ ട്യൂൺ എനിക്ക് പിടികിട്ടില്ല. ഈ പ്രപഞ്ചത്തിൻ വിശ്വനായക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസകരമാണ്, അതേ ട്യൂണിൽ തന്നെ. അപ്പൊ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഞാൻ ആ കൊച്ചിന് കണ്ടു, മോളെ ഇത് ആരെഴുതിയ പാട്ടാണ്? അപ്പൊ ഇത് അച്ഛനെഴുതിയ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എവിടെയുണ്ട്? അപ്പൊ അച്ഛനെ കാണിച്ചത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ആ പാട്ട് വേറൊരു നാടകത്തില് ഒരു ഈശ്വര പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ പാട്ട് അത് പാടാൻ പറ്റുമോ? അപ്പൊ അവര് പറഞ്ഞു, എന്താ എന്റെ മോളെ കൂടെ അത് പഠിപ്പിക്കുമോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ചിന്തിക്കാവുന്ന വിഷയമാണ്, സാമ്പത്തികം ഒന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷെ അത് വഴി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ കുട്ടീനെ പാടുകയും സ്റ്റുഡിയോയിൽ വന്ന് പാടുകയും ചെയ്തു, അങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്തു. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കലാകൃതയും ഉണ്ട്, പരിപാടി അവതരിപ്പിക്കുന്നു, പാട്ട് പാടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം ഉളവാകുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ തമ്മിൽ ഇനിയും കാണും. യെസ്. കേട്ടാ മിന്നു, ജിസ്ന, ശുഭ, ലിജി, സുബിത, കേട്ടാ? യെസ്. അപ്പോ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. യെസ്. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാം. ഓക്കെ. യെസ്. അപ്പൊ നമുക്കൊരു 15 മിനിറ്റ് ക്ലാസ്സിലേക്ക് കയറിയാലോ? ഓക്കെ. Fill in the blanks. Roman letter 1 ഇടാ. Fill in the blanks using correct article. Fill in the blanks using correct article. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, I want WANT. I want dash pen. PEN pen. അടിയില് ABC 3 ആൻസർ എഴുതിക്കോ. A and B C THE C A. മിന്നുവിനോടാണ് ചോദ്യം, പൂരിപ്പിച്ചോളൂ മിന്നു. I want dash pen. A ഉണ്ട്, D ഉണ്ട്, ആൻ ഉണ്ട്. I want the pen. The pen. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. A pen. മിന്നു പറഞ്ഞ ദി പെൻ അവിടെ വരും. എങ്ങനെയാന്ന് പറയുമോ?
ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ വേണം. അതായത് അത് നമുക്ക് ഇങ്ങനെ പറയാം, ഐ വാണ്ട് ദ പെൻ വിച്ച് ഐ ഗോട്ട് ഓൺ മൈ ബർത്ത്ഡേ. അപ്പൊ കറക്റ്റ് ആയി, എന്റെ ബർത്ത്ഡേക്ക് കിട്ടിയ പെണ്ണ് എനിക്ക് വേണം കേട്ടോ. അപ്പൊ ആ പെണ്ണിനെ അങ്ങോട്ട് എൻലൈറ്റ് ചെയ്യണം. എങ്ങനെയുള്ള പേനയാണത്? ബർത്ത്ഡേക്ക് കിട്ടിയ, അപ്പൊ ദി പെണ്ണ് വരും. ഇപ്പൊ നമ്മൾ എനിക്കൊരു പേന വേണമെന്നേ, ഒരു കേട്ടോ, ഒരു എന്നുള്ള അർത്ഥമാണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. എ ആണ് കറക്റ്റ് ആൻസർ. എ ടിക്ക് ചെയ്യാം. യെസ്. രണ്ടാമത്തെ ചോദ്യം, ദ മൂൺ, MOON, മൂൺ is a satellite of SATELLIT, satellite of dash earth, EARTH, earth. നേരത്തെ ഇതേക്കുന്ന ABC ആൻസർ ഇല്ലേ, അത് നിങ്ങൾ എടുത്തിരിക്കും. നേരത്തെ എഴുതിയ ABC എന്ന് പറഞ്ഞ ആൻസർ ഒന്നുകൂടി എടുത്തിരിക്കും. ജിസ്നോടാണ് ചോദ്യം, പൂരിപ്പിച്ചോളൂ ജിസ്ന. ആനല്ലേ സാർ? The moon is a satellite of the earth. അല്ല ദാ വന്നിട്ടുള്ളതുകൊണ്ട് ആന തന്നെ ആയിരിക്കോ? രണ്ട് ദാ വരില്ലല്ലോ ഒരു സെന്റൻസിൽ. ആനാണ്. The moon is the sat is a satellite dash. തുടക്കം എന്താ? ദാറ്റ് മൂൺ എന്നാണ്, ദ മൂൺ എന്നല്ല. എന്ന് പറയാൻ പ്രകൃതിയില് ഒരെണ്ണമുള്ള എല്ലാ വസ്തുക്കൾക്കും ദി വരുന്ന ദി മൂൺ, ദി സൺ, ദി എർത്ത് അല്ലേ? അതുകൊണ്ടാണ് പറയാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ബോയ് with a cap, CAP, with a cap is my friend, FRIEND. ഒന്നുകൂടി പറയാം, ഡാഷ് ബോയ് വിത്ത് എ ക്യാപ് ഈസ് മൈ ഫ്രണ്ട്, FRIEND. അടിയിൽ ABC നേരത്തെ എഴുതിയാത്ത ആൻസർ എഴുതിക്കോട്ടോ. ABC ഇട്ടിട്ട് നേരത്തെ എഴുതിയാത്ത ആൻസർ എഴുതിക്കോ. ശുഭക്കാണ് ചാൻസ്. ആണല്ലേ? വെരി ഗുഡ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം, എന്തുകൊണ്ട് അവിടെ ദീ വന്നത്, സംശയം ഇപ്പൊ ഇനി പറയുന്നതിനൊക്കെ സംശയം വരുമ്പോൾ ചോദിച്ചേക്കണം. ദി ബോയ് എടുത്തു പറയുന്നു, ആ കുട്ടി, തൊപ്പിയുള്ള കുട്ടി, അതെന്റെ സുഹൃത്താണ്. വേറെ ആളെ കുട്ടികൾ ഇപ്പൊ ഉണ്ട്, അതെന്റെ സുഹൃത്തല്ല. ആ എടുത്തു സ്പെസിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, I need dash umbrella, UMBRELLA. I need dash umbrella. Subida. An umbrella. Yes, an umbrella. Correct. An umbrella. Correct. They are playing, PLAYING, playing with WITH, with dash ball, BALL, with a ball.
യെസ്. ലിജി? With a ball. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. വിത്ത് എ ബോൾ. അടുത്തത് ഡാഷ് ഡാഷ് സൺ SUN സൺ rises 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 in the east EAST. Dash sun rises in the east. Minu? The sun. The sun. Very good, very good, very good, very good. Next. Anil. Anil is dash only boy in the class. Anil is dash only boy in the class. Yes. Jisna? Anil is the. The correct answer. Only boy. Yes. ഇനി അടുത്തത് റോമൻ ലെറ്റർ 2 ആണ്. റോമൻ ലെറ്റർ 2. റോമൻ ലെറ്റർ 2 രണ്ടൊന്നുണ്ട്. അതിനുശേഷം എഴുതിക്കോ. അതിന്റെ നേരെ എഴുതിക്കോ. ഫൈൻഡ് ഔട്ട് adjectives ADJ ECT IVES adjectives in the following sentences. Find out adjectives in the following sentences. Yes. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ നിന്ന് അഡ്ജക്റ്റീവ്സ് കണ്ടുപിടിക്കണം. ഏതാണ്? യെസ്. അതിൽ എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എഴുതിക്കോട്ടെ. എത്രയാണെന്ന് വെച്ചാൽ എഴുതിക്കോട്ടെ. അതിന്റെ നമ്പർ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ സീരിയലായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ചോദ്യം ഇതാണ്: an angry woman shouted 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 at us. An angry woman shouted at us. Okay, full stop. And I did A, B, C. Moon answer. A. Angry, ANGRY. B. Woman, WOMAN, woman. C. Shouted. SHOUTED, shouted. യെസ്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞത് ശുഭല്ലേ? നേരത്തെ പറഞ്ഞ അല്ല, ശുഭ പറഞ്ഞ ആംഗ്രി ഇസ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്, ആംഗ്രി. യെസ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞതില് എല്ലാം ശരിയായ എത്ര പേരുണ്ട്? ഉത്തരം എല്ലാം ശരിയായ ശുഭയുടെ ശരിയാണ്. യെസ്. ഒരെണ്ണം തെറ്റിയവര് സുബിതയുടെ, ലിജിയുടെ, മിന്നുവിന്റെ ഒരെണ്ണം തെറ്റി. അത് ഏതാണ് സുബിത തെറ്റിയത്? Anil is dash only boy in the class അല്ലേ? ക്വസ്റ്റ്യൻ മുഴുവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അനിൽ ഈസ് ഡാഷ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്.
അപ്പൊ കിട്ടിയാലോ? ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ പേപ്പറാണ്. യെസ്, ഇനിയുള്ള കുറച്ച് ദിവസം നമ്മൾ വി ആർ ഡിസ്കസിങ്, വി ആർ സ്റ്റഡിങ് എവറിഥിങ് ഫോർ ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, എന്നാലും ഒരു പ്രാവശ്യം കൂടി പറയുന്നത്, ഏതെങ്കിലും കാരണവശാൽ ക്ലാസ്സിൽ കയറാനായിട്ട് പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ആ റെക്കോർഡ് ക്ലാസ് ഒന്ന് കേട്ടു നോക്കണം. ക്വസ്റ്റ്യനൊക്കെ ഒന്ന് പരിചയം ഉണ്ടാവണം. നിങ്ങൾക്കത് ഗുണം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ നന്ദി പറയുന്നു. ഒരു ഡൗട്ടാണ്. ഇപ്പം ശുഭ മൺഡേ മുതല് ട്രെയിനിങ്ങിന് പോവാണ്, മീനു എല്ലാരും തന്നെ ട്രെയിനിങ്ങിന് പോവാണ്. അപ്പം മേ ബി ഈ ടൈമിൽ ആളില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ടീച്ചർ ട്രെയിനിങ് പ്രാക്ടീസ് അല്ല നമ്മള് സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ട്രെയിനിങ് പ്രാക്ടീസ് ഉണ്ടല്ലോ. അല്ല, അപ്പൊ ടൈമിന് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവോ? അത് ഞാൻ ഇന്നലെ ചോദിക്കണം എന്ന് വിചാരിച്ചു, പിന്നെ മാം പെട്ടെന്ന് പോയതുകൊണ്ട് വിട്ടുപോയി. ഞാനുണ്ടാവും. ഞാന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഏകദേശം അതെ, ജയദേവ് സാറിനെയോ അല്ലെങ്കിൽ പ്രസിദ്ധ മാഡത്തെ വിളിച്ചെന്ന് പറയും സമയം. അവരാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. കാരണം ചില ടൈം ടേബിൾ, ബാക്കിയുള്ള ടൈം ടേബിളുമായിട്ട് ക്ലാഷ് വരാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ അത് നോക്കുന്നത് അവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് അവരോട് പറഞ്ഞു നോക്ക്. അപ്പോ സമയത്തിന്റെ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവരെ നോക്കിയിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പം ജിസ്ന പറഞ്ഞ പോലെ ഞാൻ തിങ്കളാഴ്ച മുതൽ പോകുക. ഫസ്റ്റ് ഡേ എന്നാ സാർ പറയുന്നു, എന്നാ പഠിപ്പിക്കുന്നത്, ഞാനത് ചോദിക്കണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. എത്രാം ക്ലാസ്സിലാണ് കയറുന്നത്? 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിലോ? അത് നല്ല ക്ലാസ്. വെൽ പ്രിപ്പയർഡ് ആയിരിക്കുന്നുണ്ട്. വെൽ പ്രിപ്പയർഡ് സ്റ്റഡീഡ്. വീട്ടിലിരുന്നിട്ട് അവിടെ ഇരിക്കുന്ന സോഫയോ കസേരയൊക്കെ ഓരോ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന തമാശ വരെ ഫസ്റ്റ് ക്ലാസ്സിൽ പോകുമ്പോൾ ബി പ്രിപ്പയർഡ്, വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയിക്കോളും. യെസ്, ഓക്കെ. ആ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വളരെ രസകരമായിട്ട് നമ്മൾ കയറണം. നേരിട്ട് ഇരുന്നിട്ട് ആ പുസ്തകം തുറക്കും പഠിക്കും അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് ഒരു ലാൻഡിങ് കൊടുത്ത് അങ്ങനെ എന്താണ് കിടക്കും. ഇനി നിങ്ങൾ കാര്യങ്ങൾ, ഇനി നിങ്ങൾ ടെസ്റ്റ് എടുത്ത് ഇത്രാമത്തെ പേജ് എടുത്ത് യെസ്, അപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൂടെ എങ്ങനെ ഉണ്ടാവണം. യെസ്, കഴിയുന്നതും ബുക്ക് മേശപ്പുറത്ത് വെച്ച് അടച്ചു വെച്ച് കുട്ടികളുടെ കണ്ണുകളിൽ നോക്കി ഇങ്ങനെ പറയാം. യെസ്, ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ്, ഒരു നല്ല കാര്യം ഒരു കുട്ടി ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു വെരി ഗുഡ്, ഒരു അപ്രീസിയേഷൻ ഒക്കെ കൊടുത്തേക്കണം. അത് ചിലപ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് അവന് കിട്ടുന്നുണ്ടാവില്ല. യെസ്, അത് ശുഭ എന്ന് പറയുന്ന ടീച്ചറിന്റെ മനസ്സിലേക്കുള്ള ഒരു പാലമാണ് അവരെ സംബന്ധിച്ച്. യെസ്, അത് ഒരുപാട് ഗുണം ചെയ്യും. ഡോണ്ട് വറി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വാരിക്കൂരി വെരി ഗുഡ് എന്നുള്ള കാണണ്ടേ? യെസ്, M.T.9 ഒരു കുട്ടി ലാസ്റ്റ് ക്ലാസ്സിൽ എന്നോട് പറഞ്ഞതാണ്, സാറല്ല സാറ് തന്ന പോലെ ഒരു അഭിനന്ദനം എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. യെസ്, അപ്പൊ എന്തെങ്കിലും ഞാൻ പറയാനായിട്ട് വൈകുമ്പോ എന്റെ മകൻ അരികത്തിനോട് പറയും, അമ്മക്ക് അവിടെ പറയാനില്ലേ, അപ്പൊ അമ്മക്കൊരു വെരി ഗുഡ് ഇപ്പൊ കിട്ടിയാനില്ലേ, അമ്മ കളഞ്ഞതല്ലേ എന്ന് പറയുമെന്ന് പറയും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവര് അമ്മയും മക്കളും കൂടിയാണ് ക്ലാസ്സിൽ ഉണ്ടാവാറ് പതിവ് എന്ന്. യെസ്, ഓക്കെ. എന്ന് പറഞ്ഞതുപോലെ നല്ല എന്താ പറയാ, എല്ലാവിധ ആശംസകളും നേടിയാണ് ടൈം പോയിന്നറിയാം. എന്നാലും ഒരു കാര്യം പറയാം, ഞാന് ഓൾറെഡി ജൂൺ മുതല് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂളില്. പക്ഷേ ഞാൻ സാറിന് പൊക്കി അങ്ങനെ പറയല്ല കേട്ടോ സാർ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സാറിന്റെ ക്ലാസ്സാ. ഞാനത് എല്ലാവരോടും പറയും, എനിക്ക് സാറിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ് ആയിട്ട് പറയാ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് എനിക്ക് ക്ലാസ്സിൽ കയറാനും ഞാൻ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എന്താ പറയാ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വർക്കെല്ലാം മാറ്റി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് എന്താന്ന് എനിക്ക് അറിയത്തില്ല. അതെ, ശരിയാണ്, അങ്ങനെ വരും. നമുക്കേ ചില ആളുകളോട് നമുക്ക് കാണുമ്പോ ഒരകാരം, ഒരു വെറുപ്പ് തോന്നും. ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ഒരു വെറുപ്പ്.
ചില ആളുകളോട് നമുക്ക് ആകാരം ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുള്ളൂ, ഒരു ഇഷ്ടം തോന്നും. കവികൾ ഇതിനെ പറയുന്നത് കഴിഞ്ഞ ജന്മത്തില് അവര് തമ്മിൽ കണ്ടിട്ടുണ്ട്. 7 പ്രാവശ്യം ജനിക്കുകയും മരിക്കുകയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മോക്ഷം കിട്ടുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ കണ്ട് പരിചയമുള്ള ആളുകള് ഈ ജന്മത്തിൽ എവിടെയെങ്കിലും വെച്ച് ഉത്സവ സ്ഥലത്തോ അല്ലെങ്കിൽ പള്ളി പെരുന്നാളിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ആഘോഷങ്ങൾ യാദൃശ്യമായിട്ട് കാണുമ്പോൾ മനസ്സിലിങ്ങനെ ഉടങ്ങും. എവിടെയൊക്കെയോ കണ്ട് പരിചയമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. യെസ്, അത് അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത്തെ കേസ് അതെന്താന്നറിയോ സാർ, ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേട്ടിരിക്കണത് സാർ മാത്രമേ ഉള്ളൂ. ബാക്കി ടീച്ചേഴ്സ് കേൾക്കുന്നല്ല, എല്ലാവരും കേൾക്കും, പക്ഷെ അവർക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് കൂടുതൽ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും സാറ് മാത്രമേ ഞങ്ങളെ അപ്രീസിയേഷൻ ചെയ്യണതും കേട്ടിരിക്കണതും സാറാണ്. എനിക്ക് തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇംഗ്ലീഷിനോട് ഭയങ്കര പേടിയായിരുന്നു. തുടക്കത്തിലൊക്കെ ഞാൻ കയറാൻ പേടിച്ചിട്ട് 2-3 ക്ലാസ്സൊക്കെ ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ കയറി തുടങ്ങിയപ്പോ എനിക്ക് ഇഷ്ടമായി തുടങ്ങി സാറിന്റെ ക്ലാസ്. ഇംഗ്ലീഷൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അപ്പൊ ഞാനിവിടെ അവളോട് പറയും, ഈ സാറുമാരായി ഇങ്ങനെ വേണം, നമ്മൾ എന്ത് പറഞ്ഞാലും കേട്ടിരിക്കണ ഒരു സാറ്. ബാക്കി ടീച്ചേഴ്സ് കേക്കും ചാലും അവർക്ക് എന്തോ ഒരു മടുപ്പ് പോലെ, അവർക്ക് വേഗം ക്ലാസ് എടുത്ത് തീർക്കാനുള്ള ഇത് കൊണ്ടായിരിക്കാം, അവരുടെ പോർഷൻസ് വേഗം തീരണല്ലോ. അതിപ്പോ നമ്മൾ സ്കൂളിലായാലും നമ്മൾ എന്ത് പറയുന്നതും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ടീച്ചർമാരോട് നമുക്ക് കൂടുതൽ ഇഷ്ടം വരിക. ജിസ്ന പറഞ്ഞ പോലെ അതായിരിക്കാം സാറിനോട് ഒരു പ്രത്യേക ഇഷ്ടം വരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. ജിസ്ന പറഞ്ഞ പോലെ ഒരു ക്ലാസ്സില് ലാസ്റ്റ് ക്ലാസ്സിലാണ് ആ ടീച്ചർ, ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിലായിരുന്നു അത് ആ കുട്ടി പറഞ്ഞത്, ഞാനേ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പൊ പിന്നെ എന്താ ഇത്രയും നാളെ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ആ കുട്ടി പറഞ്ഞ ഒരു ഞാൻ സാറ് തരുന്ന അതേ എക്സാമ്പിൾസ് അല്ലേ, അതെല്ലാം ഞാൻ ക്ലാസ്സിൽ ചെന്ന് അവതരിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ ഇഷ്ടമായി. യെസ്, അപ്പോ ഞാൻ എല്ലായ്പ്പോഴും എല്ലാ ക്ലാസ്സുകളൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റാതെ ലാസ്റ്റ് ക്ലാസ് ചോദിക്കാം. ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്കിൽ നിന്നും മാറ്റി വേറെ വല്ല ടെക്നിക്ക് പഠിക്കണോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് അവസാനിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു വിമർശനാത്മകമായിട്ട് ചിന്തിച്ചിട്ട് അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ വിട്ടുകൊടുക്കും. യെസ്, പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ബിന്നുവും ജിസ്നയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിലവിൽ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജി കുഴപ്പമില്ല എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സാറിന്റെ സമയം പോവാണ്, എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം ചെറുതായിട്ട് പറയട്ടെ. ഞാനിവിടെ എറവ് കപ്പൽപ്പള്ളി സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. ആഴ്ചയിൽ 2 ക്ലാസ് ആയിരുന്നു. അത് ക്രാഫ്റ്റിന്റെ ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സുകാർക്ക് ഞാൻ ക്ലാസ് എടുത്തോടുന്നത്. അപ്പോൾ അതിലൊരു പയ്യൻ, ഗേൾസും ബോയ്സും കൂടെ. അപ്പൊ ഒരു പയ്യൻ, ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരൊക്കെ കൂടി എനിക്ക് വന്നിട്ട് എൻ്റെ അടുത്ത്, അപ്പൊ ഞങ്ങള് ക്രാഫ്റ്റിന്റെ ക്ലാസ് ആകുമ്പോൾ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കണല്ലോ. അപ്പൊ അവര് വന്നിട്ട് എൻ്റെ ചുറ്റും അവരോട് ക്ലാസ്സിൽ ചെന്നിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേൾക്കില്ല. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിന്റെ മുമ്പത്തെ ക്ലാസ് ആയപ്പോ ആ പയ്യൻ അവന്റെ അമ്മേനെയും കൊണ്ടുവന്നിരിക്കുക. മീനു ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ടുവന്നതാന്ന് പറഞ്ഞിട്ട് അവന് മീനു ടീച്ചറെ ഭയങ്കര ഇഷ്ടായി. അമ്മേ, നമുക്ക് മീനു ടീച്ചറെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് വരെ പറഞ്ഞു. 8ാമത്തെ ഒരു പയ്യൻ. അവരിപ്പോഴും എന്നെ വിളിക്കും, മീനു ടീച്ചർ എവിടെയാ, ഇനിയും ക്ലാസ്സിലേക്ക് വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 1 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും പിന്നെ ചെറിയ മോനായപ്പോ ഞാൻ നിർത്തിയതാണ്. മീനു ടീച്ചർ എന്നാ വരിക, മീനു ടീച്ചർ എന്നാ വരിക ചോദിച്ചിട്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഇളയമ്മയുടെ വീടുണ്ട് അരിമ്പൂർ ഭാഗത്ത്, എറവിന്റെ അടുത്ത് തന്നെയാണ്. എന്നിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് ആ മോന്റെ വീട്ടിലേക്കൊക്കെ പോയതാ. അവരിടയ്ക്ക് വിളിക്കാറുണ്ട് മീനു ടീച്ചറെ അന്വേഷിച്ചിട്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ടീച്ചറിനെ ഞാൻ വിഷയവും കൂടെ ഇല്ല, ക്രാഫ്റ്റാണ് പഠിപ്പിച്ചോടുന്നത്. എന്നിട്ടും ആ പയ്യന് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഇപ്പോഴും ഇപ്പൊ അവൻ മാരേജ് ഒക്കെ കഴിഞ്ഞു. അത്രയും മുമ്പ് ഞാൻ പഠിപ്പിച്ചതാ. അപ്പോ മാരേജ് ഒക്കെ കഴിഞ്ഞു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോവാൻ പറ്റിയില്ല. എന്നിട്ട് അവൻ ഇടയ്ക്ക് അവന്റെ അമ്മ വിളിക്കും എന്നെ, ടീച്ചറാനെ എപ്പോഴും അന്വേഷിക്കും. അവ ഇപ്പൊ പുറമെയാണ്, മാരേജ് ഒക്കെ കഴിഞ്ഞ് പുറമെയാണ്. അപ്പൊ ഇടയ്ക്ക് വിളിക്കും. ഭയങ്കര നേരത്തെ മാരേജ് കഴിഞ്ഞു അവന്റെ, എന്തോ ലവ് മാരേജ് ആയിരുന്നു തോന്നുന്നു. അപ്പൊ അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. വെരി ഗുഡ്. വി വിൽ ഡിസ്കസ് എവരിതിങ്. ജിസ്നയും പറഞ്ഞപ്പോഴാണ്, സാർ എല്ലാരെയും വിളിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ.
അത് അതൊരു നല്ല കാര്യം. അപ്പൊ നമ്മള് ആൻസർ പറയും. അല്ലെങ്കിൽ ഉണ്ടല്ലോ തന്നെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോ നമ്മള് ഇങ്ങനെ നമ്മള് ആരെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കും. എനിക്ക് ശരിക്കും അത് മനസ്സിലായതുണ്ടല്ലോ. ഞാൻ ശരിക്കും നമ്മുടെ 9th ബാച്ചിലുണ്ടായിരുന്ന MD 9th ബാച്ചിലായിരുന്നു ഞാൻ. അവിടെ ഞാൻ 4 മാസം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പൊ MD 9th ഒത്തിരി കുട്ടികളുണ്ടല്ലോ. ഓൺലൈൻ ക്ലാസ് കുറെ പേര് കൂടുന്നുണ്ടല്ലോ. നമ്മളെ ഇത്രയും പോലെ കുറച്ച് കുട്ടികളല്ലല്ലോ. അപ്പൊ സാർ എന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ 9th ബാച്ചില്. ഞാൻ 4 മാസം ഉണ്ടായിരുന്നു. യെസ്, വേഗം പറഞ്ഞോളൂ ശുഭ. അപ്പൊ ഞാൻ 9th ബാച്ചിലുണ്ടായിരുന്നു എന്ന് സാറിന് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ ഈ 12 ബാച്ച് വന്നപ്പോ പിള്ളേര് കുറവായതുകൊണ്ട് സാർ എല്ലാരെയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിളിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഈ ക്ലാസ്സിൽ ഞാനും ആൻസർ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ജിസ്നയും മിനും ഒക്കെ പറഞ്ഞ പോലെ ഇപ്പൊ അതുകൊണ്ട് സാറിന്റെ ക്ലാസ്സിൽ കയറണമെന്ന് സന്തോഷമുണ്ട്. പിന്നെ തിങ്കളാഴ്ച തൊട്ട് ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. 1 മാസമാണ് അവിടെ ട്രെയിനിങ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ് തീർന്നും പോകുമല്ലോ ചിലപ്പോ. കോഴ്സ് കഴിയാറായല്ലോ. അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു നോക്ക്, നമുക്ക് റെഡിയാക്കാം. അടുത്ത ക്ലാസ്സിൽ അവിടെ വിളിക്കുന്നു. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു സർ.